കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വോസ് വെയറിൻ്റെ പോസിറ്റീവും നെഗറ്റീവാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ നോൺ ക്വസ്റ്റ്യൻ വേർഡ് പോസിറ്റീവും നോൺ ക്വസ്റ്റ്യൻ വേർഡ് നെഗറ്റീവുമാണ്. അതായത് ആയിരുന്നോ ആയിരുന്നില്ലേ. ഇപ്പോൾ അവൻ ഒരു ഡോക്ടറായിരുന്നോ, അല്ലെങ്കിൽ അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് ആയിരുന്നോ, അല്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളായിരുന്നില്ലേ, നിങ്ങൾ അയൽവാസികളായിരുന്നില്ലേ. അങ്ങനെ ആയിരുന്നോ ആയിരുന്നില്ലേ എന്ന് ചോദിക്കുന്ന വാക്യങ്ങളാണ് അടുത്തത്. അതാണ് വാസ് ഐ. ഇവിടെ വാസ് തന്നെ വേണം, സ്ട്രോങ് ഫോമാണ്. കാരണം തുടങ്ങുന്നത് വാക്യം വോക്സിനെ കൊണ്ട് തുടങ്ങുന്നുണ്ട്, സ്ട്രോങ് ഫോം തന്നെ പഠിക്കണം. വാസ് ഐ, wasn't I, was he, wasn't he, was she, wasn't she, was it, wasn't it, were you, weren't you, weren't you or weren't you, were you, weren't you, were we, when we, were they, friends, weren't they friends, were they friends, അവർ ഫ്രണ്ട്സ് ആയിരുന്നോ, weren't they friends, were they happy, അവർ ഹാപ്പി ആയിരുന്നോ, weren't they happy, അവർ ഹാപ്പി ആയിരുന്നില്ലേ. were we here last Sunday, നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായിരുന്നോ. when we here last Sunday, കഴിഞ്ഞ ഞായറാഴ്ച നമ്മളിവിടെ ഉണ്ടായിരുന്നില്ലേ. ഇവിടെ ആയിരുന്നില്ലേ എന്ന് ചോദിക്കുന്നത്. when we here last Sunday, were you awake, when it rained last night, were you awake, നിങ്ങൾ ഉണർന്നു കിടക്കുകയായിരുന്നോ മഴ പെയ്തപ്പോൾ, ഇന്നലെ രാത്രി മഴ പെയ്തപ്പോൾ നിങ്ങൾ ഉണർന്നു കിടക്കുകയായിരുന്നോ. were you awake when it rained last night, or weren't you awake when it rained last night, ഇന്നലെ മഴ പെയ്തപ്പോൾ നിങ്ങൾ ഉണർന്നു കിടക്കുകയായിരുന്നില്ലേ. weren't you classmates, നിങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നില്ലേ. weren't you here last Sunday, നിങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ചയോടെ വന്നിരുന്നില്ലേ. അതാണ് weren't you. was it ആയിരുന്നോ. was it on the table, അത് മേശപ്പുറത്തുണ്ടായിരുന്നോ. was it on the table, wasn't it on the table, മേശപ്പുറത്ത് ഇല്ലായിരുന്നോ. wasn't it on the table. was she at school, അവൾ സ്കൂളിലായിരുന്നോ. wasn't she at school, അവൾ സ്കൂളിൽ അല്ലായിരുന്നോ. was he here, അവനോട് ഉണ്ടായിരുന്നോ. wasn't he here, അവനോട് ഇല്ലായിരുന്നോ. was I here, റേറാണ്, എന്നാൽ was I, wasn't I. ഇപ്പോൾ I wasn't, was I. ഇതിൻ്റെ കൂടെ ഒരു ഇൻ്റർവേറ്റീവ് വരുന്നു. പോസിറ്റീവ് നോൺ ക്വസ്റ്റ്യൻ പോസിറ്റീവ്, നോൺ ക്വസ്റ്റ്യൻ നെഗറ്റീവ് ആണിത്. പക്ഷേ ഇത് ഇൻ്റർവേറ്റീവ് വേർഡ് ചേർക്കുമ്പോൾ, ഇതിൻ്റെ മുന്നിൽ ചേർക്കുമ്പോൾ അത് നോൺ ക്വസ്റ്റ്യൻ വേർഡ് പോസിറ്റീവും ക്വസ്റ്റ്യൻ വേർഡ് നെഗറ്റീവ് ആവും. ഇതിൻ്റെ മുന്നിൽ തന്നെ ചേർക്കുമ്പോൾ why was I, why wasn't I, why തന്നെയല്ല ഏത് വാക്കും വരാം. why was I, why wasn't I, why was he, why wasn't he, why was she, why wasn't she, why was it, why wasn't it, why were you, why weren't you, why were we, why weren't we, why were they, why weren't they. അതായത് ഇൻ്ററോഗേറ്റീവ് വേർഡ് കൂടെ ചേർക്കുമ്പോൾ അത് ക്വസ്റ്റ്യൻ വേർഡ് പോസിറ്റീവ്, ക്വസ്റ്റ്യൻ വേർഡ് നെഗറ്റീവ്. അത് എന്തായിരുന്നില്ല. ഇപ്പോൾ weren't you, why weren't you here last Sunday, എന്തായിരുന്നു ഇപ്പോൾ കഴിഞ്ഞ നിങ്ങൾ ഇല്ലാതിരുന്നത്. why weren't you happy about it, why weren't you ready to do it, or why weren't you willing to do it, എന്തുകൊണ്ട് അത് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിരുന്നില്ല. why wasn't it possible, അതെന്തുകൊണ്ട് സാധ്യമായിരുന്നില്ല. why wasn't it possible, അങ്ങനെ എന്തുകൊണ്ടത് സാധ്യമായത്. ഇങ്ങനെ 6 രീതിയിലാണ് വാക്യം വരുന്നത് പറഞ്ഞു. ആയിരുന്നു, ആയിരുന്നില്ല, ആയിരുന്നോ, എന്തായിരുന്നില്ല, അങ്ങനെ 6 ആയിരുന്നു, ആയിരുന്നില്ല, ആയിരുന്നോ, ആയിരുന്നില്ലേ, എന്തായിരുന്നില്ല. ഓക്കെ, താങ്ക് യു.